ഇതാണ് മക്കളെ മലായ് കബാബ്. ഇത് നിങ്ങൾ ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ലെഗ് പീസാവും ഏറ്റവും നല്ലത്. നമ്മളിവിടെ ഒരു 6 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വരിഞ്ഞിട്ട് ഒരു പാത്രത്തിലിടാം. പീസ് വരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയത് സുർക്കയാണ്. അതേപോലെ ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഇത് നമുക്ക് ഒരുപാട് നേരം വെക്കാനുള്ളതാണ്. ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യമുള്ളത് കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഗരം മസാല ഇട്ടാൽ മതി, കാരണം ഇതിൽ കൂടുതൽ എരിവൊന്നും നമ്മൾ ചേർക്കണില്ല. നമുക്ക് വേണ്ടിയത് കോൺഫ്ലവർ പൊടിയാണ്. അപ്പോൾ അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ മല്ലിച്ചപ്പിൻ്റെ ഇല അരിഞ്ഞത്, നല്ല ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടിയത് ബട്ടറാണ് ഇതിലേക്ക്. അത് നമുക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. മിക്സ് ചെയ്ത് ഈ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല മസാല പിടിക്കണം. ഇത് ഇതേപോലെ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കാനുള്ളതാണ്. ഇത് കൂടുതൽ നേരം വെക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് കൂടി കിട്ടും, മസാല നല്ല പിടിച്ച് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യണത് ഏകദേശം ഒരു 2 മണിക്കൊക്കെയാണ്. നമുക്കിത് രാത്രിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യണത്. മസാല ഒക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറച്ച് നേരം മാറ്റി വെക്കാം. നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കാതെ ആവിക്കാണ് നമ്മൾ വേവിക്കുന്നത്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചിക്കൻ ആദ്യം നമുക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇറക്കി സെറ്റാക്കിയിട്ടുണ്ട്. മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ചിക്കനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം.
അതേപോലെ എല്ലാ പീസുകളും നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. പീസുകളൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മസാല തന്നെ നമ്മൾ ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ പുരട്ടി കൊടുക്കണം ഇതിൻ്റെ മേത്ത്. എല്ലാ പീസും ഇതേപോലെ ചെയ്ത് കൊടുക്കണം. നമ്മളെ പഴയ മസാല നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഈ ഭാഗം മസാല തേച്ചതിൻ്റെ ശേഷം ഇതേപോലെ നമുക്കൊരു 10 മിനിറ്റ് വേവിക്കണം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക അതിന്മേൽ. അപ്പോൾ എല്ലാ പീസുമ്മലും കുറച്ച് ബട്ടർ ആക്കി കൊടുക്കുക. എല്ലാ പീസുമ്മലും ബട്ടർ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂടി വെക്കണം അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നമ്മളിത് എന്ത് ചെയ്തിരിക്കണേ, വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ രൂപത്തിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കണം. നമ്മൾ പാത്രത്തേക്ക് മാറ്റി വെക്കേണ്ട പീസുകൾ. നമ്മൾ ഇറക്കി വെച്ച ചിക്കൻ ഇതേപോലെ തന്നെ മസാല എന്ത് ചെയ്യണം, വീണ്ടും ഒന്ന് പുരട്ടി കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, മസാല നമുക്ക് കളയേണ്ടി വരില്ല, ആവശ്യമുണ്ട് എന്നുള്ളത്. ഇതേപോലെ എല്ലാ പീസും പോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള പരിപാടി വരുന്നത്. നമ്മളിത് ചെയ്യുന്നത് ഗ്യാസുമ്മലാണ്. സാധാരണ പുറത്ത് തീയിൽ കത്തിച്ചിട്ടാണ് അല്ലെങ്കിൽ കനലുമ്മലാണ് ഇത് വെക്കൽ. നമ്മൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ ഗ്യാസുമ്മലാണ് ചെയ്യുന്നത്. ഇതേപോലെ ഗ്യാസ് കത്തിച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതേപോലെ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല മറിച്ച് ചെയ്യണം. നമ്മളിത് ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചിക്കൻ്റെ വേവ് വരേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് പാത്രത്തേക്ക് മാറ്റി വെക്കുക. ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണിത് തിന്നാൻ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളെന്ത് ചെയ്യുക, ബാക്കി ഉണ്ടായിരുന്ന ബട്ടർ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് പുരട്ടി കൊടുക്കുക ഇതിന്മേൽ. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ വരട്ടെ, ബട്ടറിൻ്റെ ചോയ പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. കാരണം നമ്മളിവിടെ കടകളിലൊക്കെ ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. എന്താ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.